ഹായ് ഓൾ, സെലീന ഹിയർ. ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എങ്ങനെ മറക്കാം എന്നുള്ളതാണ്. എല്ലാവരും പറയുന്ന പോലെ മറവി അല്ലെങ്കിൽ ഓർമ്മ നിഴൽ പോലെയാണ്, ആത്മാവും ജീവിതവും പോലെയാണ്, കവികൾ എഴുതുന്നത് പോലെ ഇതൊക്കെ വളരെ സർഗാത്മകമാണ്. നിങ്ങൾക്കും എനിക്കും അറിയാം. ഒരു നിഴൽ പോലെ നമ്മുടെ കൂടെ, നമുക്ക് ചുറ്റും, ദ ലാൻഡ്സ്കേപ്പ് ഓഫ് സോളിനുള്ളിൽ തന്നെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവും. പലരും ഈ മെൻറ്ററിങ്ങിനിടയിൽ ചോദിക്കാറുണ്ട്, സെലീന ഉറങ്ങാൻ പറ്റുന്നില്ല, നല്ല ഓർമ്മകളുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹമില്ലാത്ത ഓർമ്മകൾ, ഇഷ്ടമില്ലാത്ത ഓർമ്മകളുണ്ട്. നല്ല ഓർമ്മകളും നമ്മുടെ കൂടെ ആളില്ല, ചില നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നല്ല ഓർമ്മകൾ ഒരുപാട് നൽകിയിട്ടാണല്ലോ അവർ പോവുക. അപ്പോൾ അവരെ ഓർക്കണമെന്ന് ഒരു വല്ലാത്ത നിർബന്ധ ബുദ്ധിയും, എന്നാൽ ഓർക്കുന്നതോടൊപ്പം തന്നെ ആ ഓർമ്മകൾ വേദനിപ്പിക്കുന്നത് കൊണ്ട് പ്രസന്റിൽ മൈൻഡ്ഫുൾ ആകാതിരിക്കാൻ പറ്റുന്ന ഒരു വിഷമവും ഒക്കെ കൂടെ കൊണ്ട് ഒരുപാട് പേര് വരാറുണ്ട്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് നമ്മുടെ തലച്ചോറിന് ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മെമ്മറീസിനെ, നമ്മുടെ ഓർമ്മകളെ നമ്മൾക്ക് പല ഘടകങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഏതാണ്ട് കോർ 4 നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യകത ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ജിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഓർമ്മകളെ എങ്ങനെ നമ്മൾക്ക് മറന്നുകൊണ്ട് തന്നെ, നമ്മൾക്ക് ആരെയും വിഷമിപ്പിക്കാതെ തന്നെ എങ്ങനെ മറക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ശാസ്ത്രീയമായ മറവിക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള, സ്നേഹമുള്ള ഒരാള് നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്നിരിക്കട്ടെ. നമ്മൾ ചിലരെങ്കിലും പറയാറില്ലേ, ആ ആള് താമസിച്ച വീട്, ഉറങ്ങിയ കട്ടില്, അവർ ധരിക്കുന്ന വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ അവരെ കുറിച്ച് ഓർമ്മ വരില്ലേ. അപ്പോൾ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയെ ഓൾട്ടർനേറ്റീവ് മെമ്മറിയായി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് ടാർഗറ്റഡ് മെമ്മറിനെ നമ്മൾക്ക് സപ്രസ് ചെയ്ത് നിർത്തണം. അതെങ്ങനെ നമുക്ക് സപ്രസ് ചെയ്യാം? നമ്മൾ ഈ സോക്കോൾഡ് എൻവയോൺമെന്റൽ സ്റ്റിമുലയിൽ നിന്നൊന്നും മാറി നിന്നുകൊണ്ട്, നമ്മുടെ മനസ്സിന്റെ ഒരു വിഷയം എന്താ, നമ്മുടെ മനസ്സ് എപ്പോഴും ഇമോഷൻസിന്റെ ബേസിസിലുള്ള ഓർമ്മകൾ കൂടുതൽ ഓർത്തു വെക്കാറുണ്ട്. അങ്ങനെ ഓർത്തു വെക്കുന്ന സമയത്ത് ഇമോഷണൽ മെമ്മറീസിനെ ഫോക്കസ് ചെയ്യുന്ന ആയിരിക്കുമല്ലോ ഹ്യൂമൻ റിലേഷൻഷിപ്പുകൾ. അപ്പൊ ആ ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ നിന്നുള്ള ഒരു ബാഡ് മെമ്മറിയോ അല്ലെങ്കിൽ ഗുഡ് മെമ്മറിയോ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്തോ നമ്മൾ ഓർക്കാതിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തലച്ചോറ് എന്താ ചെയ്യുക? അത് മാത്രം ഓർക്കുന്നൊരു ഡിഫൻസ് തലച്ചോറ് എടുക്കും. അപ്പൊ അതിനെ നമുക്ക് സപ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിതിലൂടെ ടാർഗറ്റഡ് മെമ്മറിനെ കംപ്ലീറ്റ് ടൈം എൻഗേജ്ഡ് ആക്കിക്കൊണ്ട് നമ്മൾക്ക് സപ്രസ് ചെയ്യാൻ കഴിയും. കൊഗ്നിറ്റീവ് റെഗുലേഷൻ മെത്തേഡിലൂടെയും റിട്രീവൽ പ്രാക്ടീസിലൂടെയുമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മറക്കുന്നത്. കൊഗ്നിറ്റീവ് റെഗുലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റഡ് മെമ്മറിയിലെ ഉണ്ടാകുന്ന ഇമോഷൻസും അതുമായി ബന്ധപ്പെടുന്ന ഓർമ്മകളും ഉള്ള ഇടങ്ങളിൽ നിന്നും നമ്മൾ ആദ്യം മാറുക, നമ്മൾ റെഗുലേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾക്ക് റീകോൾ മെത്തേഡ് ഉണ്ട്, സപ്രസീവ് മെത്തേഡ് ഉണ്ട്. റീകോൾ എന്ന് പറയുമ്പോഴേക്കും തിങ്ക് ചെയ്യും, സപ്രഷൻ എന്ന് പറഞ്ഞാൽ നോ തിങ്കിങ് മെത്തേഡാണ്. നമ്മളൊരു കാര്യം ചിന്തിക്കാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഫുൾ ടൈം നമ്മൾ എൻഗേജ്ഡ് ആയിക്കൊണ്ടേയിരിക്കണം. വല്ലാത്ത ട്രോമയുള്ള, ഇപ്പോൾ ഗ്രീഫ് തെറപ്പികളൊക്കെ കൊടുക്കുന്ന ആളുകൾക്ക് നിങ്ങൾ മറക്കണം അല്ലെങ്കിൽ ഓർക്കരുത് എന്നൊക്കെ സാധാരണ ആ ശാസ്ത്രീയമായ രീതിയിൽ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ചെയ്യുന്നത് സോഷ്യൽ കണക്ഷൻസ് കൂട്ടിക്കൊണ്ട് ആ വ്യക്തിയുടെ ദിനചര്യകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവരെ ഫുള്ളി എൻഗേജ്ഡ് ആക്കണം. ഇങ്ങനെ ആകുന്ന കൊഗ്നിറ്റീവ് റെഗുലേഷൻ നമ്മൾ കൊടുത്തുകൊണ്ട് അതിനെ പതിയെ 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 നമ്മൾ മറവിയിലേക്ക് കൊണ്ടുവരണം. ഏതാണ്ട് 86 ബില്യൺ ന്യൂറോൺസ് നമ്മുടെ തലച്ചോറിലുണ്ട്. അതിൽ 1000 ട്രില്യൺ കണക്ഷൻസും ഉണ്ടാകും. ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു സങ്കടമുള്ള ഒരു മെമ്മറി ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ ഞാൻ ഒരു മൊമെന്റ് ഇത് ചിന്തിക്കുമ്പോൾ തന്നെ 1000 ട്രില്യൺ കണക്ഷൻസ് അതുമായി ബന്ധപ്പെടുത്തി എൻ്റെ ഓർമ്മകളിലേക്ക് വരും.
അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് ഇതിൽ നിന്ന് മാറിപ്പോകാൻ കഴിയാതെ വരുന്നത് കൊണ്ട് തന്നെ ഈ നോ തോട്ട് ടൈം ഓർ നോ തിങ്കിങ് ടൈം എന്ന് പറയുന്ന റെഗുലേഷനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് നന്നായി അറിയാം, കുറച്ച് സമയത്തിനുള്ള വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നമുക്കത് മനസ്സിലാകണമെന്നില്ല. എങ്കിലും ഞാൻ ചില ടെക്നിക്കുകൾ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ടെർമിനോളജികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെങ്കിലും നിങ്ങൾ കരുതിക്കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ, ഓർമ്മകളിൽ നിന്നും മാറി മറവി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ സോഷ്യൽ കണക്ഷൻസ് കൂട്ടി കൂടുതൽ കാര്യങ്ങൾ എൻഗേജ്ഡ് ആക്കിക്കൊണ്ട് സപ്രസീവായി അല്ലെങ്കിൽ കൊഗ്നിഷൻ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് കൂടുതലായി ആ എൻവയോൺമെന്റ് കട്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് മറവിയിലേക്ക് തിരിക്കാം. എനിക്ക് തോന്നുന്നു പല കുട്ടികളും സംസാരിക്കുമ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പുകൾ എങ്ങനെ മറക്കാമെന്ന് ചോദിക്കാറുണ്ട്. ഞാനത് കഴിയുമെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ നമ്മൾക്ക് റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പ് ഉണ്ടാകുന്നതിനെ എങ്ങനെ മറക്കാമെന്ന് ഇത്തരം ടെക്നിക്സിലൂടെ നോക്കാം. താങ്ക് യു ആൾ.